നമസ്കാരം, ഗ്രാമോച്ച വാർത്തകളിലേക്ക് സ്വാഗതം. സ്നേഹത്തിനും ബീച്ച് കാണാൻ സഹോദരനൊപ്പം ബൈക്കിൽ പോയ യുവാവ് ബസ്സിടിച്ച് മരിച്ചു. ചേറ്റുപുഴ കണ്ണമ്പുരം സ്വദേശി നെടുമ്പുള്ളി അഭിജിത്താണ് മരിച്ചത്. സഹോദരൻ അക്ഷയ്ക്ക് നിസ്സാര പരിക്കേറ്റു. തിങ്കളാഴ്ച വൈകിട്ട് നാലാങ്കല്ല് പെട്രോൾ പമ്പിന് മുന്നിലായിരുന്നു അപകടം നടന്നത്. അക്ഷയാണ് ബൈക്ക് ഓടിച്ചിരുന്നത്. ഇന്ധനം നിറച്ച ശേഷം റോഡിലേക്ക് കയറിയ ബൈക്കിൽ പുറകിൽ നിന്നെത്തിയ കിരൺ എന്ന ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിന് പുറകിലിരുന്നിരുന്ന അഭിജിത്തിന് ഗുരുതരമായി പരിക്കേറ്റു. നാട്ടുകാർ ചേർന്ന് ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശോഭ സിറ്റിയിലെ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് മരിച്ച അഭിജിത്ത്. അച്ഛൻ ജയൻ, അമ്മ ബിന്ദിയ. മാങ്ങാട്ടുകര അമ്പാച്ചിറ സ്വദേശിനി മൈസൂരിൽ വെച്ച വാഹനാപകടത്തിൽ മരിച്ചു. കൂട്ടാല ബിജുവിന്റെ മകളും 21 വയസ്സുള്ള ശിവാനിയാണ് മരിച്ചത്. മൈസൂരിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുകയാണ്. കൂട്ടുകാരിയുമായി വിഷുവിന്റെ തലേദിവസം രാത്രി സ്കൂട്ടറിൽ താമസ സ്ഥലത്തേക്ക് വരുമ്പോൾ കാറിടിച്ചാണ് മരണം സംഭവിച്ചത്. സ്കൂട്ടർ ഓടിച്ചിരുന്ന കൂട്ടുകാരി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ശിവാനി ഹോസ്പിറ്റലിൽ വെച്ചാണ് മരിച്ചത്. കാരമുക്ക് താമരപ്പള്ളി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് കലാസന്ധ്യ നടന്നു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ മാധവൻ അധ്യക്ഷനായി. സത്യദേവൻ കളരിക്കൽ, കെ ടി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വിനോദ് ഗുരുവായൂർ അവതരിപ്പിച്ച അഷ്ടപതിയും തുടർന്ന് തിരുവാതിരക്കളി, നാടൻപാട്ട്, ഗ്രൂപ്പ് ഡാൻസ് എന്നിവയും അരങ്ങേറി. കാഞ്ഞാണി കനാൽപ്പാലം ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിഷു മഹോത്സവം സംഘടിപ്പിച്ചു. ശിങ്കാരിമേളം, ചിന്ത്, കാവടി എന്നിവയുടെ അകമ്പടിയോടെ പഴങ്ങാപ്പറമ്പ് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് അന്തിക്കാട് സെന്ററിലേക്കും തിരിച്ച് കനാൽപ്പാലം വഴി ഫ്രണ്ട്സ് കൂട്ടായ്മ പരിസരത്തേക്കും ആഘോഷയാത്ര നടത്തി. ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് അനീഷ്, സെക്രട്ടറി പ്രസാദ്, ട്രഷറർ ശിവപ്രസാദ് എന്നിവർ ആഘോഷത്തിന് നേതൃത്വം നൽകി. താന്യം നന്മ സാംസ്കാരിക വേദി 12ാമത് വാർഷികം ആഘോഷിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് സാംസ്കാരികോത്സവം ഉദ്ഘാടനം ചെയ്തു. എല്ലാ കുട്ടികൾക്കും കുറേയേറെ കഴിവുകൾ ഉണ്ടാകും. പക്ഷേ പല കുട്ടികൾക്കും വേദികൾ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി ഇങ്ങനെയുള്ള ക്ലബ്ബുകൾ അല്ലെങ്കിൽ നന്മ സാംസ്കാരിക വേദിയിലൂടെ കുറേയേറെ കുട്ടികൾക്ക് അവരുടെ പ്രകടനങ്ങൾ അല്ലെങ്കിൽ കലാപരമായ കഴിവുകൾ പ്രകടമാക്കാനുള്ള വേദി കൂടിയാണ് ഇങ്ങനെയുള്ള ഈ നന്മ സാംസ്കാരിക വേദി. 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വേണ്ടി താന്യം പഞ്ചായത്തിൽ കേരളോത്സവം എല്ലാ വർഷവും നമ്മൾ 1.5 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് നടത്താറുണ്ട്. കുറേയേറെ നന്മ സാംസ്കാരിക വേദിയിലെ എല്ലാ കുട്ടികളും നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കാറുണ്ട്. രക്ഷാധികാരി എം സുഭാഷ് അധ്യക്ഷത വഹിച്ചു. കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ കെ വിഷ്ണുഭാരതീയ സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തി. സെക്രട്ടറി നിവിൻ ടി ബാലൻ, വി എം കരീം മാസ്റ്റർ, പ്രസിഡന്റ് എം എ മഹേഷ്, ട്രഷറർ മണിമോൻ സി വി എന്നിവർ സംസാരിച്ചു. തുടർന്ന് നന്മ സാംസ്കാരിക വേദിയുടെ കലാപരിപാടികൾ അരങ്ങേറി. മുതിർന്ന സംഗീതജ്ഞൻ കെ ജി ജയൻ അന്തരിച്ചു. കുറച്ചുകാലമായി വിവിധ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. തൃപ്പൂണിത്തുറയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. 90 വയസ്സായിരുന്നു. നടൻ മനോജ് കെ ജയൻ മകനാണ്. ഭക്തിഗാനങ്ങൾക്കും വയലിൻ വായനയിലും പ്രാവീണ്യമുള്ള കർണാടക സംഗീതജ്ഞനായിരുന്നു. 1000-ലധികം ഗാനങ്ങൾക്ക് അദ്ദേഹം ഈണം നൽകി. കേരള സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി ഏർപ്പെടുത്തിയ കേരള സംഗീത നാടക അക്കാദമി അവാർഡും ഹരിവരാസനം അവാർഡും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2019-ൽ പത്മശ്രീ ലഭിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.